എടോ കൃഷ്ണനാരെ, അമ്പല കമ്മിറ്റിയുടെ തീരുമാനം കേട്ട? മൂപ്പന്റെ ആനേനെ അവർക്ക് വേണ്ടാന്ന്, ഇസ്ലാമിന്റെ ആനേനെ എഴുന്നള്ളിച്ച വിളക്കാവുന്ന്. ഞാനും കേട്ടു. നമ്മുടെ ആന പൊന്നാനി പോയി തൊപ്പിയൊന്നും ഇട്ടിട്ടില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഏക്കമില്ലാതെ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞേക്ക്. ആനയമ്മേനാവും അതിന്റെ പിന്നിൽ. അത് ഞമ്മക്ക് നേരത്തെ തിരഞ്ഞേക്കണം. അവന്റെ പരിപ്പ് എബ്രഹാം മൂപ്പന്റെ അടുത്ത് വേവൂല. പോയി പറഞ്ഞേക്ക്. നമ്മുടെ കേസ് അയാൾക്കെതിരെ വിധിയാവുമെന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. അതാണ് നായരെ. കാര്യം വെറും ഒരു നായരാണെങ്കിലും കിഷൻ നായർക്ക് പുത്തിണ്ട് കേട്ടാ. അതിന് ആനയെ വെറുതെ തരാനാ മൂപ്പം വരണത്. അതൊന്നും വേണ്ട തിരുമേനി. വെറുതെ തരാമെന്ന് പറഞ്ഞാലും ഒരു മുസ്ലിമിന്റെ ആനയെ നമുക്ക് വേണ്ട. അതിനെന്താ കുഴപ്പം? ആന ഇറച്ചി മീനൊന്നും കൂട്ടില്ലല്ലോ. എടോ, ആന ഇറച്ചി മീനും കൂട്ടണല്ല പ്രശ്നം, ഇതെല്ലാം കൂടുന്ന ആൾക്കാരുടെ ആനയാണ്. അതാ പ്രശ്നം. അതെ, പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ തന്നെ ഈ കടത്തിലായ കമ്മിറ്റിയെ കുറിച്ച് ലാഭം കിട്ടുന്ന കാര്യല്ലേ? പിന്നെ ഈ ജന്തുക്കൾക്കുണ്ടോ ആദ്യം അതൊക്കെ? പ്രശ്നം അതല്ല, മൂപ്പന്റെ ആന നല്ല തലയെടുപ്പുള്ള ആനയാണ്. അത് തന്നെയാണ് ഞാനും പറയാറ്. അതല്ലടോ കാര്യം, അതിന് കോലം കൊടുക്കേണ്ടി വരും. ഒരു മുസ്ലിമിന്റെ ആനപ്പുറത്ത് തന്നെ വേണോ ദേവിയുടെ തിളമ്പേറ്റാൻ? തിളമ്പേറ്റൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ടല്ലോ. ഞാൻ വെളിച്ചപ്പാടായിരിക്കുന്നിടത്തോളം കാലം മൂപ്പന്റെ ആന ഇവിടെ തിളമ്പേറ്റില്ല. തിളമ്പേറ്റില്ല. നിങ്ങൾ നിങ്ങളോട് അവനെ ഉണ്ടാതിരിക്കാൻ. എന്താ ഇവിടെ ഒരു ബഹളം? ഒരു മുസ്ലിമിന്റെ ആന ഹിന്ദുവോ മുസ്ലിമോ എന്നതാണ് പ്രശ്നം. അമ്പലത്തിനകത്തെ കാര്യങ്ങളല്ലേ നമുക്കുള്ളൂ, പുറത്തെ കാര്യങ്ങൾ നിങ്ങളൊക്കെ കൂടി തീരുമാനിക്കല്ലേ നല്ലത്. അഭിപ്രായം ആർക്കും പറയാമോ? എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. സൂര്യൻ പൊട്ടി പിളർന്നു പോയ അണ്ഡം, ബ്രഹ്മാവ് അതിന്റെ 2 ഖണ്ഡങ്ങളും ഓരോ കയ്യിലെടുത്തു. എന്നിട്ട് വേദമന്ത്രം അങ്ങോട്ട് ഉരുക്കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന്റെ വലത് കൈയിൽ നിന്ന് അഷ്ടദിഗ്ഗജങ്ങളും ഇടത് കൈയിൽ നിന്ന് 8 പിടിയാനകളും ഉണ്ടായി. അവയുടെ സന്തതി പരമ്പരകളാണ് ഇന്ന് കാണുന്ന ഈ ആനകളെല്ലാം. അപ്പൊ ആന ഹിന്ദു തന്നെ? അതെ, ആന ഹിന്ദു തന്നെ. നല്ലോണം പള്ള നിറച്ച് തിന്നോടാമനെ. നമ്മുടെ ഗോപാലൻകുട്ടിക്ക് ലേശം ക്ഷീണമുണ്ടോ? ഉണ്ടോ ഗോപാനെ? ഏയ്, തൃപ്പൂണിത്തുറന്ന് ഇതുവരെ നടന്നില്ലേ? ഇനി എവിടേക്കായിരുന്നല്ലോ ഇപ്പൊ? നേരെ തൃക്കുമാരകൂടം, പിന്നെ ഇടമുട്ടം, കിഴിയത്ത്, അത് കഴിഞ്ഞ് ആറാട്ടുപുഴ. അവർക്കൊന്നും ഇല്ലേടോ ഹിന്ദുവും മുസ്ലിമും? അത് കഴിഞ്ഞാ പിന്നെ ഇവിടുത്തെ ഉത്സവമായി. ഇവിടെ വേറെ ഏതൊക്കെ ആനകള്? ശങ്കരൻകുളങ്ങരയുണ്ട്, മംഗലംകുന്നുണ്ട്. കിടമ്പ് ഗോപാലൻകുട്ടിക്ക് തന്നെ കിട്ടില്ലേടോ? അതിപ്പോ മംഗലംകുന്നിന്റെ അത്രയ്ക്ക് വരുമോന്ന് സംശയ. പിന്നെ ആ നേരത്തെ മസ്തകം പോക്കുന്നതനുസരിച്ചിരിക്കും. ആരായത്? പുതിയ പിള്ളയും പുതിപ്പെണ്ണോ? വരി വരി കദീശ, മക്കൾ വന്നിരിക്കണേ. മോളെ യാത്രയെല്ലാം സുഖമായിരുന്ന? മോനകത്ത് വാ. അലാവുദ്ദീന്റെ മാണിക്യ കൊട്ടാരത്തിലോ അതോ പേഴ്സ്യൻ സുൽത്താന്റെ പൂന്തോട്ടത്തിലോ? എന്താണ് സൂറ? ഒന്നുമില്ല. ഇന്ന് ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇന്നീ മുഖത്ത് എത്രാം രാവിലെ ചന്ദ്രനാണ്? 14ഓ 18ഓ? സൂറ, സൂറ, അയ്യോ, അങ്ങോട്ടേക്ക്. എടീ സൂറ. മാമ, സൂറ. നീ എന്തൊക്കെ വരെ മാമ എന്തേ? പുറത്തോട്ട് പോയി. എപ്പോഴാ വരിക? അറിയില്ല. ബാപ്പയും മോളോട് ഞമ്മളെ കുരം കളിപ്പിക്ക? ഞമ്മക്കിന്ന് രണ്ടെണ്ണം അറിയണം. എന്താ? എന്താന്നാ? നീ നമ്മളെ കെട്ടുമല്ല? നീ കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ? അപ്പോ നീ നമ്മളെ കെട്ടൂല? ഇല്ല. ഇല്ലേ ബലാലെ? ഇല്ല. ഇല്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് വിട്. വിടാവളെ. താൻ എവിടെ വരണത്? കണ്ടില്ലേ? അകത്തുനിന്ന്
ഒരു ബാല്യക്കാരത്തി മാത്രമുള്ള കുടിയിൽ തനിക്കെന്താ കാര്യമൊന്ന്? സുഹൃ എന്നെ കല്യാണം കഴിക്കുമോ എന്ന് അറിയാൻ വന്നതാ. എടാ നമ്പൂരിച്ചക്ക, വല്ലാണ്ട് കയറി പറയണ്ട. കന്നാലിലെ മാത്രമല്ല, അന്നപ്പുറത്തെ കള്ള കാഫറുകളെ കഴുത്ത് വെട്ടാൻ ഞമ്മ പഠിക്കൂല. വെട്ടണം, കഴുത്ത് നിന്ന് വെട്ടണം. കഴുത്ത് വെട്ടിയാ തല മുളയ്ക്കുന്നവരവര് കള്ളസാക്ഷി പറയൂല. സുറാവേ, സുറാ ഇവളെവിടെ പോയി? ദുനിയാവിന്റെ മോന്തായത്തില് പഴച്ചാമ്പരാൻ തീ കോരിയിട്ടേക്കാണെന്നാ തോന്നണേ. എന്തൊരു വെയിലാ. യൂസുഫന്തിയെ അപ്പുറത്തുണ്ട്. ആ കതീഷ്ടാത്ത നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങാടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആമിനാടെ മാപ്പിള പേർഷ്യ പോയേക്കാനില്ല, ഓലവിടെ ഉണ്ട്. പലതും മുണ്ടിയും പറഞ്ഞിരിക്കാനായിരിക്കും. നിനക്കെന്ത് പറ്റി? എന്താ പോലെ എന്റെ മുഖത്തൊരു ബാട്ടം? എന്നാലും ആ കൂട്ടുകാരത്തിന് നിക്കാഹ് കഴിഞ്ഞ കാരണം കൊണ്ടാണല്ലേ. മോള് വിഷമിക്കണ്ടാട്ടാ. മോക്കടെ നിക്കാഹും ബാപ്പ നല്ല പൊടിപ്പനായിട്ട് വേഗം നടത്തി തരും. മമ്മൂട്ടിയുടെ കാശ് കൊടുക്കാനുള്ള ഏർപ്പാടൊക്കെ നമ്മൾ ചെയ്തേക്കണ്. ആ ഇതാര് ടീച്ചറാ? ബാ എന്തൊക്കെയുണ്ട് ടീച്ചറെ വിഷയം? ഉത്സവത്തിനൊന്നും പോയില്ലേ? സുഹറയൊന്ന് വിളിക്കാൻ കരുതി. നല്ല കാര്യം. ഓളെ ഏതാണ്ടൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കേന്. കൊണ്ടുപോയി ബേലയും പൂരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. സൂരാവേ, മക്കളെ ഓടുക, കത്തലുവ, വെളുത്തലുവ, ചൊമ്പലുവ, ഈന്തപ്പഴം. നീ പുറത്തു നിന്ന് ബോറടിച്ചല്ലേ? വാ. അലുവയ്ക്ക് എന്താ വില? 20 രൂപ, 30 രൂപ, 35 രൂപ. അപ്പോ നല്ല മധുരം ഉണ്ടാവും. താൻ എന്റെ മോട് ലൈൻ അടിക്കാൻ വന്നതാ അതോ അലുവ മേടിക്കാൻ വന്നതാ? ഒന്ന് പോട പൊട്ട നമ്പൂരി. മേളം തീരാറായി. നല്ല രസമുണ്ടല്ലേ സാർ? ഗുരുവായൂർ ശിവരാമനും പാർട്ടിയാണെന്ന് അച്ഛൻ പറഞ്ഞത്. എന്ത് കിട്ടി സൂറ? ഒന്നുമില്ല. നീ ഇങ്ങനൊന്നും അല്ലല്ലോ. നിനക്ക് പോകാൻ സാധിച്ചേച്ചി. വരട്ടെ, വെടിക്കെട്ട് കഴിഞ്ഞിട്ട് പോവാം. വാ, നമുക്ക് എന്തെങ്കിലും വാങ്ങാം ഉത്സവത്തിന്റെ ഓർമ്മയ്ക്ക്. ഇനി അടുത്ത കൊല്ലാലേ ഉത്സവം ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും ആരൊക്കെ എവിടേക്കെന്ന് ആർക്കറിയാം സൂറ? ഇഷ്ടംപോലെ അലുവ നിന്നിട്ട് പോവാ. പൊടി പൊടിക്കണ്ട്. ആരും നോക്കിയ തമിഴ്നാട് കാണാം. കണ്ടേ, രണ്ടാളും ഉണ്ടല്ലോ. നാട്ടിലെ ഒരു ഉത്സവം വിടില്ലല്ലേ? എന്താ ജമ, ആനപ്പുറത്തിരിക്കുമ്പോ ഭൂമിയിലുള്ളവരൊരു നോട്ടം കൂടിയില്ല. കണ്ടു അല്ലേ? ഏതെങ്കിലും ഒരു കോലത്തിന്റെ പിന്നിൽ മറിഞ്ഞിരിക്കാൻ വെച്ചാ ജനം അതും കണ്ടുപിടിക്കും. പ്രശ്നം അതല്ല സതി, കുറച്ച് ചില്ലറ കൈ വരും. ശരി, ഓഫീസിൽ പോയി ഇപ്പൊ തന്നെ അത് കൈയോടെ വാങ്ങട്ടെ. കുറച്ചുകൂടി നിന്നാ ഒരുമിച്ച് അങ്ങോട്ട് പോവാ.
പറയുന്നത് ആശുപത്രി പോണ്ടെന്നാ. ഓലോട് തമാശ കളിക്കാണ്ട് വേഗം വരാൻ പറ. അന്നമ്മച്ചേർത്തി കൊണ്ടുവന്നോളൂ. സേതാലൊക്കെ കയറിക്കോ. എന്താ ചേർത്തി? എന്തേ എന്റെ ഈശോയെ, എന്തെങ്കിലും പറയണേ? നിങ്ങൾ കാര്യം പറയുന്നേ? ആശുപത്രി പോണ്ട, പോയിട്ട് കാര്യമില്ല. പിന്നെ അവള് സുഹറ, അവൾക്ക് വയറ്റിലുണ്ട്. എന്നെ പുന്നാഴ്ച നമുക്ക് പറയിപ്പിക്കും. ഇവളെ തൊട്ടുപോയി തൊട്ടാ കൊല്ലും ഞാൻ. ബാപ്പാ, ബാപ്പാ, ബാപ്പ എന്തിനാ കരയുന്നേ? കരയണ്ടാട്ടാ. എടാ മോനെ, സോക്കേടാ അനക്കല്ലടാ, എന്റെ ബാപ്പ കണ്ട മോനെ. റബ്ബേ.